യുവാവ് ഒരു കാരണവശാലും അവൾ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവള് ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ ഒരുങ്ങുന്നു. പക്ഷേ അവളുടെ മകനാവട്ടെ അവനെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോവുകയാണെന്ന് കരുതി തന്നെ വിട്ടിട്ട് എങ്ങോട്ടും പോവല്ലേ എന്ന് അവളോട് അപേക്ഷിക്കുന്നു. കുട്ടിയെ സമാധാനിപ്പിക്കാനായി അവനെയും കൂടി തന്നോടൊപ്പം കൊണ്ടുപോകാമെന്ന് അവൾ ഉറപ്പു കൊടുക്കുന്നു. അങ്ങനെ കുട്ടിയെയും റെഡിയാക്കിക്കൊണ്ട് അവള് ട്രിപ്പിനായി പോകുന്നു. ഈ വിവരങ്ങളെല്ലാം വീട്ടിലെ ജോലിക്കാരി യുവാവിനെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം കേട്ടപ്പോൾ യുവാവ് അവളെ തെറ്റിദ്ധരിക്കുന്നു. പെൺകുട്ടി അവരടങ്ങുന്ന കുടുംബത്തെ അവഗണിക്കുകയാണെന്ന് അയാൾ കരുതുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് അവളെയും കുട്ടിയെയും അന്വേഷിച്ച് യുവാവ് പോകുന്നുണ്ട്. പെൺകുട്ടിയാവട്ടെ അവളുടെ മകനെ വളരെ സന്തോഷത്തോടെ തന്നെ അവളുടെ അടുത്ത് കിടക്കാനായി വിളിക്കുന്നു. അമ്മയിൽ നിന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സമീപനം അവന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് പോയി കിടക്കുന്നു. അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവൻ അന്നു മുതലാണ് അറിയാൻ തുടങ്ങുന്നത്. ഈ സമയം കൊണ്ട് തന്നെ യുവാവ് ഹോട്ടലിലേക്ക് എത്തി അവളുടെ മുറിയുടെ വാതിൽ തുറന്ന് കടന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും അയാൾ വന്ന് നോക്കുമ്പോൾ അവർ ഇരുവരും നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ചാൺകുട്ടിയാവട്ടെ ദുസ്വപ്നങ്ങൾ കണ്ട് ഞരങ്ങാൻ തുടങ്ങുന്നു. ഇത് കണ്ട യുവാവട്ടെ അവന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ പേര് വിളിച്ചവനെ ഉണർത്താൻ ശ്രമിപ്പിക്കുന്നു. ശബ്ദം കേട്ട് പെൺകുട്ടിയും ഇതിനോടകം ഉണരുന്നുണ്ട്. അവളുടെ മകന്റെ അവസ്ഥ കണ്ടിട്ട് അവൾ ഉടനടി തന്നെ അവനെ ആശ്വസിപ്പിക്കാനായി ഒരുങ്ങുന്നു. പേടിക്കണ്ട, അമ്മ നിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു. അവളുടെ വാക്കുകൾ ആ കുട്ടിയെ ദുസ്വപ്നത്തിൽ നിന്ന് മോചിതനാക്കി ആശ്വാസപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്തെ പെൺകുട്ടിയുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ അവൾ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നത് പോലെ അല്ലല്ലോ എന്ന് യുവാവിന് തോന്നുന്നു. യുവാവട്ടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യയും മകനെയും നോക്കിയിട്ട് ജീവിതം എപ്പോഴും ഇങ്ങനെ സന്തോഷകരമായി പോയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് നെടുവീർപ്പെടുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ പെൺകുട്ടിയും കുട്ടിയെയും കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് അയാൾ കൊണ്ടുപോകുന്നു. പെൺകുട്ടിക്കും മകനും ഇഷ്ടമുള്ള വിഭവങ്ങളെല്ലാം അയാൾ വരുത്തിക്കുന്നുണ്ട്. നിലവിലെ അവളുടെ ബോയ് ഫ്രണ്ടും അവളെ ഉണ്ടായിരുന്നു. അവളെ അവിടെ കണ്ടപ്പോൾ അയാളെ പിന്തുടർന്ന് വന്നതായിരിക്കാമെന്ന് അയാൾ കരുതുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ ഡ്രസ്സിലേക്ക് അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ വീഴാനിടയാവുന്നു. അങ്ങനെ അവൾ ഉടനടി തന്നെ ക്ലീൻ ചെയ്യാനായി റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. ഭക്ഷണത്തിലെ കറ അവൾ ഡ്രസ്സിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോഴത്തേക്കും അവളുടെ ഇപ്പോഴുണ്ടായിരുന്ന ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നുണ്ടെങ്കിലും ആ യുവാവ് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് പെൺകുട്ടിയാവട്ടെ അവനെ അറിയില്ല എന്ന രീതിയിൽ നടിച്ചിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നു. എന്നാൽ ആ യുവാവ് വീണ്ടും അവളെ തടയുന്നുണ്ട്. അയാൾ കരുതിയിരുന്നത് അവളുടെ ഭർത്താവിനെ തന്നെ വെച്ച് നിരുത്സാഹപ്പെടുത്താനായിരിക്കും പെൺകുട്ടി താനുള്ള റെസ്റ്റോറന്റിലേക്ക് ഭർത്താവിനെയും കൂട്ടി വന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെ അവരിരുവരും തർക്കിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ ഭർത്താവ് അവർക്കരികിലേക്ക് വരുന്നത്.